യോഗി എങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ദേശീയ പ്രതിഷ്ഠാപ്തി സ്ഥിരം ആസനമാത്മനാണ് അത്യുച്ഛിതം നാവിനീതം തൈരാജന കുശോത്തരം അത്രൈകാഗ്രം മനഃകൃത്വ ചിത്തേന്ദ്രിയ ക്രിയ ഉപവിശ്യാസനേയും യോഗമാത്മവിശുദ്ധയെ സമം കായശിരോഗ്രീവം ധാരയൻ അജനം സ്ഥിര സംപ്രേക്ഷ നാസികാഗ്രം സ്വം വിശിഷ്ടാനവലോകയൻ ശാന്താത്മാ അതിന് വെക്കുന്ന ഒരു സ്ഥലത്ത് പരവിരിയൊക്കെ വിരിച്ച് ഇരുന്നിട്ട് എന്താ പ്രാണാപാന സമൂഹം നിർത്തുക. പ്രാണനെ അപായനെയൊക്കെ സമമായിട്ട് നിർത്തിയിട്ട് അസാധ്യന്തര ഭൂമധ്യത്തില് നോക്കി ഇരുന്ന് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് ഭഗവത്തിന്റെ 6-ാം അധ്യായത്തിലുണ്ടല്ല. അത് സംയമയോ നമുക്കറിയുന്ന അതിന്റെ ടീച്ചറിന് അറിയാമെങ്കിൽ ടീച്ചർ കേൾക്കുന്നു. കേൾക്കേണ്ടതല്ല പറഞ്ഞേ യോഗി എങ്ങനെയാണ് ഇരിക്കേണ്ടുന്നത് വളരെ വ്യക്തമായിട്ട്. യോഗ്യല്ല, ഞാൻ യോഗ്യല്ല. പൊക്കത്തിലുള്ള സ്ഥലത്തിരുന്ന് ചെയ്താൽ ചിലപ്പം വീണു ക്ലിഫിലൊക്കെ പോയിരുന്നിട്ട് ഇപ്പൊ മൂകാംബിയിൽ മുകളിലത്തെ ക്ലിഫില് നമ്മൾ പോയിരുന്നിട്ട് ബോഡി ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുമെങ്കിൽ അങ്ങനെ ബോഡിയുടെ ബാലൻസ് കറക്റ്റ്, അതാണ് സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ വന്നാൽ നമ്മൾ വീണ് പോകാതിരിക്കാം. എന്നിട്ട് ബോഡി ഒന്ന് റിലാക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പൊസിഷൻ മാറും. ഫൈൻ ഇതാക്കി വെച്ചോണ്ടിരിക്കണം എന്ന് പറയുന്നത് തന്നെ ആ പൊസിഷൻ മാറുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റ് ആയിട്ട് എർത്തിലോട്ട് പോകുക. തലയുടെ വെയിറ്റ് ആണെങ്കിൽ ഏറ്റവും വലിയ വെയിറ്റ്. അപ്പൊ തല ചിലപ്പോൾ റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹോൾ ബോഡിയും കൂടെ പോകും. മുൻവശത്ത് കുഴിയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞെട്ടും നമുക്ക് കുഴിക്കാം. യോഗി എങ്ങനെ ഇരിക്കണമെന്ന് യോഗിയുടെ ആഹാരം എങ്ങനെയാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. യുക്ത ആഹാര വികാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മ അത്യശ്നതസ്യ യോഗസ്തു. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവർക്ക് യോഗ അനുഷ്ഠിക്കാൻ പറ്റുന്നു. അത് ഏകാന്ത മനസ്സുണ്ടാവും. ഒട്ടും കഴിക്കാതിരുന്നാലും പറ്റത്തില്ല. നദാവി സ്വപ്നശീലസ്യ കിടന്നുറങ്ങുന്നവരും പറ്റുന്നില്ല. നദാവി സ്വപ്നശീലസ്യ ജാഗ്രതവും നൈവശാത്തിനും ഒട്ടും ഉറങ്ങാതിരുന്നാലും യോഗ അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. എല്ലാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് 6-ാം അധ്യായത്തിൽ പറയുന്നു. ബാലൻസ്ഡ് വെള്ളം മാത്രം കുടിച്ച് യോഗ ചെയ്യാറ്. വെള്ളം കുടിച്ച് മാത്രം കുറേ ദിവസം നിർത്താൻ പറ്റും. പ്രാണബന്ധനം തോന്നി പ്രാണ വിച്ഛേദിച്ചത്. വെള്ളം കുടിക്കാതിരിക്കുന്നതിന്റെ പ്രാണൻ വിച്ഛേദിക്കപ്പെടുന്നു എന്നുള്ളത്. വെള്ളം നമ്മൾ യഥേഷ്ടം കുടിക്കണം. പ്രത്യാഹാരം ഇതൊക്കെ ചെയ്തിട്ട് പറഞ്ഞാല് ബോഡി കൃത്യമായിട്ട് ബാലൻസ് ആയിട്ട് വയ്ക്കണം. ബോഡി വീണ് പോകാതെ ബാലൻസ്. അപ്പൊ അതിന്റെ പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ, സൗകര്യമുള്ള പോസ്റ്ററൊക്കെ വയ്ക്കുക. പിന്നെ വെച്ചതിന് ശേഷം നമ്മൾ പ്രത്യാഹാരം പ്രാക്ടീസ് ചെയ്യും. സിമ്പിൾ പ്രാക്ടീസ് ആണ്. ശ്രദ്ധ ഓരോ സെന്ററിലായിട്ട് ഓരോ കാലിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തായിട്ട് ശ്രദ്ധ കൊണ്ടുവന്ന് വയ്ക്കുക. അവിടെ ഫീൽ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് വലിച്ച് അതിന്റെ മുകളിലത്തെ പോയിന്റിലേക്ക്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഓർക്കില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ആ ഇപ്പം വെച്ചിരിക്കുന്ന സ്ഥലത്തൊന്ന് അതിനെ വിഡ്രോ ചെയ്തിട്ട് അതിന്റെ മുകളിലുള്ള പോയിന്റിലേക്ക്. അങ്ങനെ ഒരു 18 പോയിന്റ് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പോയിന്റിനും നമ്മൾ സ്വിച്ച് ഓവർ ചെയ്ത് അങ്ങ് തലവരെ എത്തും. തലവരെ എത്തുന്ന സന്ദർഭത്തിന്റെ എന്റെ കാലും ഈ ശരീരം എല്ലാം മറന്നത്. ഇപ്പൊ ടോട്ടലി റിലാക്സ്ഡ് ആകുമ്പോൾ സെൻസസ് അവിടെ ഇനി എറുമ്പ് അടിച്ചാൽ പോലും അറിയാത്തത് സ്ഥലത്തെത്തുന്നു. സെൻസ് മൊത്തത്തിൽ വിഡ്രോ ആണ്. അപ്പൊ സെൻസ് വിഡ്രോ ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇറങ്ങി നടന്ന ഈ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളിവിടെ ഇരിക്കുന്ന വേറെ കാര്യങ്ങൾ ആലോചിക്കുന്ന ഈ പറയുന്ന കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ സെൻസസിനെ വിഡ്രോ ചെയ്യുന്നത് ഒരു പ്രിപ്പറേഷൻ ആണ് ഫോർ കോൺസെൻട്രേഷൻ. ധാരണയ്ക്ക് വേണ്ടുന്ന ഒരു കോൺസെൻട്രേഷൻ ധാരണ വേണ്ടുന്ന ഒരു പ്രിപ്പറേഷനായിട്ട് നമ്മൾ പ്രത്യാഹാരം ചെയ്തത് ആ സ്കീമിൽ. അങ്ങനെ അല്ലാതെയും പോവാം. അപ്പൊ നമുക്ക് അതങ്ങ് ചെയ്യാം. ഞാനങ്ങ് പറയാം, നമുക്കങ്ങ് ചെയ്യാം. ഇരിക്കാം.
കംഫർട്ടബിൾ ആയിട്ട് നടുവൊക്കെ ഒന്ന് ഉറക്കി വെച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം. ദീർഘമായിട്ട് ശ്വാസം വലിച്ച് വിട്ട് ഷോൾഡർ റിലാക്സ് ചെയ്യണം. ജാസ് കടിച്ചു പിടിക്കരുത്, റിലാക്സ് ചെയ്യുക. നാക്കൊക്കെ റിലാക്സ് ചെയ്യും. ദീർഘമായി ശ്വാസം വലിച്ച് വിട്ട് ഹോൾ ബോഡി റിലാക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ശ്രദ്ധ കാലിന്റെ പെരുവിരലിലേക്ക് കൊണ്ടുവരും. കാലിന്റെ പെരുവിരലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശ്രദ്ധിക്കുകയാണ് കാലിന്റെ വലിയ വിരല്, തള്ളവിരലെന്ന് പറയുന്നത്, അതിലേക്ക് ശ്രദ്ധ വെച്ചിട്ട് അത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ തള്ളവിരൽ മാത്രമേ നമുക്ക് അനുഭവത്തിൽ വരും, ഫീൽ ചെയ്യാൻ പറ്റും. നന്നായിട്ട് അത് ഫീൽ ചെയ്ത് വരുമ്പോൾ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റി കാലിന്റെ ആംഗിളിലേക്ക് കൊണ്ടുവരും. ഇതെല്ലാം പോയിന്റ്സ് ആണ്. ഇത് പറഞ്ഞിരിക്കുന്ന 18 പോയിന്റിൽ രണ്ടാമത്തെ പോയിന്റാണ് ആംഗിൾ. ആംഗിളിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് ആംഗിൾ ഫീൽ ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ആംഗിൾ നമ്മൾ അവയർനെസ്സിൽ അത് ക്ലിയറായി. എന്നിട്ട് ആംഗിളിൽ നിന്ന് കാഫ് മസിൽസിലേക്ക് കൊണ്ടുവരാം. കാഫ് ശ്രദ്ധിക്കുക. അവിടുത്തെ സെൻസേഷൻസ് എല്ലാം ശ്രദ്ധിക്കുക. ആക്ച്വലി നമ്മൾ ടോയും ആംഗിളും നമ്മൾ മറന്നു കഴിഞ്ഞു. കാഫ് മസിൽസ് നന്നായിട്ട് ഫീൽ ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ട് നീയിലേക്ക്, മുട്ടിലേക്ക് കൊണ്ടുവരാം. മുട്ട് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ നിന്ന് ശ്രദ്ധയെ മാറ്റി തുടയുടെ മധ്യഭാഗത്തേക്ക്, ഇന്നർ ഭാഗത്തിലേക്ക്, തുടയുടെ അകവശത്ത് മധ്യഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക. അവിടെ ഫീൽ ചെയ്ത് തുടങ്ങിയ ശ്രദ്ധ തുടയുടെ മധ്യഭാഗത്ത് നിന്ന് ഗ്രോയിൻ റീജിയനിലേക്ക്, തുട ഇടുക്കിലേക്ക് വരിക. തുട ഇടുക്കിൽ നിന്ന് ശ്രദ്ധ ഏനസിലേക്ക് കൊണ്ടുവരിക. ഏനൽ മസിൽസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് ജെനിറ്റലിലേക്ക് ശ്രദ്ധ വെക്കുക. ജെനിറ്റൽ നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ട് നാഭിയിലേക്ക് ശ്രദ്ധ വെക്കുക. നാഭി കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അവിടെ സെൻസേഷൻസ് ആണ് നമ്മൾ വാച്ച് ചെയ്യുന്നത്. എന്നിട്ട് ശ്രദ്ധ അവിടെ നിന്ന് സ്വിച്ച് ചെയ്ത് ഹാർട്ടിന്റെ മധ്യഭാഗത്തേക്ക്, സ്റ്റേണത്തിന്റെ മിഡിൽ പാർട്ടിലേക്ക് കൊണ്ടുവരാം. സ്റ്റേണം ശ്രദ്ധിച്ചുകൊണ്ട് മിഡിൽ സ്റ്റേണം. മധ്യത്തിൽ നിന്ന് ശ്രദ്ധ ഷോൾഡറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഷോൾഡർ ശ്രദ്ധിക്കുക. ഫീൽ ചെയ്യുക. അവിടുന്ന് ശ്രദ്ധ എൽബോസിലേക്ക് കൊണ്ടുവരാം. എൽബോസ് ഫീൽ ചെയ്യുക.
അവിടുന്ന് റിസ്റ്റിലേക്ക് കൊണ്ടുവരാം. റിസ്റ്റ് വാച്ച് ചെയ്യാം, ഫീൽ ചെയ്യാം. റിസ്റ്റിൽ നിന്ന് എൽബോയിലേക്ക് വീണ്ടും കൊണ്ടുവരാം. എൽബോയിൽ നിന്ന് ഷോൾഡർ ശ്രദ്ധിക്കുക, ഫീൽ ചെയ്യാം. നെക്ക് പിറ്റിലേക്ക് കേൾക്കാം. നെക്ക് പിറ്റ്, നെക്ക് പിറ്റ്. നെക്ക് പിറ്റിൽ നിന്ന് ശ്രദ്ധ ടിപ്പ് ഓഫ് ദ ടങ്, നമ്മൾ നാവിന്റെ അഗ്രത്തിലേക്ക്. ഇനി മൂക്കിന്റെ അഗ്രത്തിലേക്ക് ശ്രദ്ധ, അത് ഫീൽ ചെയ്യും. മൂക്കിന്റെ അറ്റം. കണ്ണിലേക്ക്, രണ്ട് കണ്ണുകളിലേക്കും ശ്രദ്ധ വിഡ്രോ ചെയ്ത് കൊണ്ടുവരാം. ഫീൽ ചെയ്യുക കണ്ണ്. ഭ്രൂമധ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഫീൽ ചെയ്യുക. ഭ്രൂമധ്യത്തിൽ നിന്ന് അതിന്റെ തൊട്ട് മുകളിലുള്ള, അതായത് മിഡിൽ ഓഫ് ദ ഫോർഹെഡ്, നമ്മുടെ നെറ്റിയുടെ നേർ മധ്യഭാഗത്തേക്ക് ശ്രദ്ധ ഉണ്ട്, അവിടെ ഫീൽ ചെയ്യും. അപ്പൊ നെറ്റിയുടെ മധ്യഭാഗത്ത് നിന്ന് ഉച്ചിയിലേക്ക് കൊണ്ട്, തലയുടെ മിഡിൽ ഭാഗത്തിലേക്ക് കൊണ്ട്, ഉച്ചിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാൽ അവിടുത്തെ ഒരു പതപ്പുണ്ട്, അത് ശ്രദ്ധിച്ചുകൊണ്ട്. ഇപ്പം സെൻസസ് വിഡ്രോ ചെയ്ത് തലയിലെ മധ്യഭാഗത്ത് ഒരു പോയിന്റ് കൊണ്ടുവച്ചിരിക്കുക. അതാണ് സങ്കല്പം. സെൻസ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഒന്നും പോയി പിടിക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കും. ഇനി അത്രയും കോൺസെൻട്രേറ്റഡ് ആയി നിൽക്കുന്ന മൈൻഡിനെ ശ്വാസത്തിലേക്ക് തിരിച്ചു കൊടുക്കും. അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ശ്വാസം ശ്രദ്ധിക്കും. മൂക്കിന്റെ അറ്റത്തായിട്ട്, മൂക്കിന്റെ ആ ദ്വാരത്തിൽ അകത്തോട്ട് പോകുന്ന ശ്വാസത്തിനെ ഫീൽ ചെയ്യുക.
വിട്രാൾ സെൻസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. അതുപോലെ പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് ശ്രദ്ധിക്കുക. അത് ഫീൽ ചെയ്യണം. മൂക്കിൽ ഇങ്ങനെ തട്ടി പുറത്തേക്ക് വരുന്നതായിട്ട് കാണും. വലിച്ചൊന്നും പിടിക്കണ്ട. നോർമലായി പോകുന്ന ശ്വാസത്തിന് ശ്രദ്ധിക്കുക. അകത്തോട്ട് എടുക്കുന്നു, അത് കാണുന്നു. അതിൻ്റെ കൂടെ പോകുന്ന അകത്തോട്ട്, പുറത്തോട്ട് വരുന്നു, അതിൻ്റെ കൂടെ നിൽക്കും. അകത്തോട്ട് പോകുന്നു, അതിൻ്റെ കൂടെ നിൽക്കുന്നു, പുറത്തേക്ക് വരുന്നു. ഇപ്പൊ കോൺസെൻട്രേഷൻ പ്രാക്ടീസ്, പ്രാണനിൽ കോൺസെൻട്രേഷൻ, ബ്രത്തിൽ കോൺസെൻട്രേഷൻ നടത്തുക. അതാണ് ധാരണ. ഈ സ്കീമിൽ നമുക്ക് ബ്രത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബ്രത്തിൽ ചെയ്യാം. ശ്വാസം അകത്തോട്ട് പോകുന്ന ഫീൽ ചെയ്യുന്നു. വിടുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഒരു മൂവ്മെന്റ് അവിടെ വലുതായിട്ടില്ല. ആ ഗ്യാപ്പ് കാണുന്നു. ശ്വാസം വിടുന്നു, അതിനെ ഫോളോ ചെയ്യുന്നു. വിട്ട് കഴിഞ്ഞിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ പോസ്, ആ പോസ് കാണുന്നു. എടുക്കുന്നത് കാണുന്നു. എടുത്തത് എൻഡ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കാണുന്നു. പിന്നെ വിടുന്നതിനെ ഫോളോ ചെയ്യുന്നു. വിട്ട് കഴിഞ്ഞ് എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് അപ്പൊ ഉള്ളി ബ്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഉള്ളിലോട്ട്, അടുത്ത സ്റ്റെപ്പ് ഉള്ളിലോട്ട് വരും. മൈൻഡിലേക്ക് നോക്കാം. വാച്ച് യുവർ മൈൻഡ്. മൈൻഡിനെ കണ്ടുപിടിക്കാൻ എളുപ്പം മനസ്സിൽ വരുന്ന ചിന്തകൾ കാണുക എന്നത്. അനലൈസ് ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ കീ പോയിന്റ്. അനലൈസ് ചെയ്യാനോ അതിന്റെ മേൽ ജഡ്ജ്മെന്റ് എടുക്കാനോ ഒന്നും പോകും. തോട്ടിനെ ജസ്റ്റ് കാണുക. ഒരു തോട്ട് വന്നു, അത് കുറച്ചു നേരം അവിടെ നിൽക്കുന്നു. അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചെയ്ത് ഒരുപാട് തോട്ടുകൾ ചിലപ്പോൾ വന്നേക്കാം. അത് തോട്ട് വന്നാൽ അത് കാണും. അതാണ് ഇപ്പോഴത്തെ ഡ്യൂട്ടി. അത് പോകുന്നു, അടുത്തൊരു തോട്ട് വരുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കും. ഡോണ്ട് ഗോ ഫോർ അനാലിസിസ്, ഡോണ്ട് ട്രൈ ടു മേക്ക് എനി ജഡ്ജ്മെന്റ്. Just simply observe. Be an observer of your mind. തോട്ട് കണ്ടുകൊണ്ടേയിരിക്കും. തോട്ട് ഇനി നമ്മൾ ഷാർപ്പൻ ചെയ്യുക. നമ്മൾ കോൺസെൻട്രേഷൻ കുറെ കൂടെ സബ്റ്റിലറാക്കുക. തോട്ടിനെ കണ്ടു. And look what's there between two thoughts. രണ്ട് ചിന്തകൾക്കുണ്ട്, ഇടയിൽ എന്താണെന്ന് നോക്കാം. അത്രയും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക. ഒരു ചിന്ത വന്നു, അത് പോയി. അടുത്തത് വന്നു, അത് പോയി. അടുത്ത വരുന്നില്ല. അവിടെ എന്താണെന്ന് നോക്കാം. രണ്ട് ചിന്തകൾക്കിടയിൽ ഒരു നൾ പോയിന്റ്, ഒരു പോയിന്റ്. അവിടെ ഒന്നുമില്ല. നോ തോട്ട്. അങ്ങനെ പോയിന്റ് കാണുകയാണെങ്കിൽ ആ പോയിന്റിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ബോഡി ഇട്ട് എന്തെങ്കിലും സ്ട്രെസ് വന്നെങ്കിൽ അതെല്ലാം പതുക്കെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളുക. ഫോക്കസ് അവിടെ തന്നെ നിൽക്കുക. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തോട്ട്സ്. Don't go for analysis. Don't try to make any judgments. Simply observe. One key point. If you are focused on the gap between thoughts, try to relax in the gap.
ഇപ്പൊ കോൺസെൻട്രേഷൻ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് റിലാക്സ് യുവർ സെൽഫ് ഇൻ ടു ദ ക്യാൻ. If you can remain a little time in this gap, it will drag you deeper into a deeper silence within. Also look what's there between thoughts and in the gap. Actually, there is none. There is silence. Now you are observing the silence within. Look, what is there to observe? Is there something in the emptiness? There's nothing. If there is nothing to observe, what happens to the observer? There's nothing to see. That's the moment the observer and the observed becomes one. ഇതാണ് അവർ പറയുന്നത്. There is no activity, stillness comes. The observer has nothing to do, and you dissolve into the silence. From where everything came into being. Exists and withdraw. Now you are at the very root of creation. Then if the thought comes, you start to create a world. So you are the creator of the world that you create. Why to create? Just be there. As there is no division between you and the seen, the observer and the observed, slowly by practice, you get into absolute stillness. Nischala Patvam. That will lead you to liberation from the bondages of the mind. Yoga means freedom in this respect. When you look there, you can see it is one. That silence, all-pervading silence, is one. Ekam. It's always there, Nityam. There's no dirt, nothing. Bimalam. Achalam. Imapala. And you remain as the eternal witness. Sarvati Sakshi Bhutam is beyond all emotions and passions. Bhavaditam is beyond the qualities. Tribunarahitam. Tattva. That's you. You are there in the beginning of creation. You are here now and you will never be here. Body may collapse, body may go, but you remain as the eternal principle. That's called liberation.
It's very important not to let other things contaminate the space. Ideologies, politics, all kinds of things. When you are there, is meaningless. No prejudices, no sides, no concepts, no beliefs, no ideas. You are the all-pervading truth, the unalterable principle. And that's you. Realizing this is called a realization. Be very alert and vigilant not to drop this position. That's why the base mantra, you are that. You are the consciousness, the Brahma. Any attempt to superimpose something on this base is coming from ignorance. So be vigilant not to get into that ignorance if you want, if you wish to make yourself free. So take a long deep inhalation, exhale gently and slowly. Do it a few times. Breathe deeply, exhale slowly, relax yourself. Rub your palm, warm it up by rubbing and warm tracks. In this respect, you are free. The freedom which you are looking for is this one.
You don't need any idol, you don't need any political party, you don't need any society. It is you. But you can, like a play, you can do all those things if you want. Otherwise, you are already free.